കന്യാസ്ത്രീകളെ നക്സലേറ്റ് എന്ന് വിളിക്കുന്ന ബിജെപിയും സംഘപരിവാർ സംഘടനകളും യേശുക്രിസ്തുവും നക്സലേറ്റ് ആയിരുന്നു എന്ന് പറയുന്ന നാളുകൾ വരാനിരിക്കുകയാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. പള്ളിക്കരയിൽ നിർമ്മിച്ച സിപിഎം ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കന്യാസ്ത്രീകളെ നക്സലേറ്റ് എന്ന് വിളിക്കുന്ന ബിജെപിയും സംഘപരിവാർ സംഘടനകളും യേശുക്രിസ്തുവും നക്സലേറ്റ് ആയിരുന്നുവെന്ന് പറയുന്ന നാളുകൾ വരാനിരിക്കുകയാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. പള്ളിക്കരയിൽ നിർമ്മിച്ച സിപിഎം ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഏതെങ്കിലും ഒരു അംഗത്തെ കുറിച്ച് അത് വേണോ വേണ്ടയോ എന്നുള്ള തർക്കം വരുമ്പോൾ ജുഡീഷ്യസ് ആയിട്ടുള്ള നീതിപരവും നിയമപരവുമായിട്ട് അഭിപ്രായം ശേഷിച്ചിട്ട് പറയാം, ഇത് പ്രധാനമന്ത്രി പറഞ്ഞതാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ തർക്കിക്കണ്ട എന്ന് പ്രതിപക്ഷ നേതാവിനോട് പറയാം. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കുറച്ച് ഗൗരവമുള്ള ഒരു വിഷയമാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പേര് പോലെ വേറെ ഏതെങ്കിലും പേര് നിങ്ങൾ പറയും. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയാണ് പറഞ്ഞത്. ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ അംഗങ്ങളെ ചെയർമാൻ ഇങ്ങനെ വേണം തെരഞ്ഞെടുക്കാൻ എന്ന് ഈ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? നരേന്ദ്രമോദി ഗവൺമെന്റ് സുപ്രീം കോടതി പറഞ്ഞതിന് മനസ്സിൽ ചവറ്റുകൊട്ട് ഇട്ടിട്ട് ഒരു തീരുമാനമെടുത്തു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി നയിക്കുന്ന ക്യാബിനറ്റിലെ ഒരു മെമ്പർ, ഒരു ക്യാബിനറ്റ് മന്ത്രി. അപ്പൊ എന്തായി? 2/3 ഭൂരിപക്ഷം ഭരിക്കുന്ന പാർട്ടിക്കായി. അപ്പൊ പിന്നെ എന്തിന് പ്രതിപക്ഷ നേതാവ് പോകണോ മീറ്റിങ്ങിന്? അവിടെ വല്ല കാപ്പിയോ ബിസ്ക്കറ്റോ ഒരു ടൂറിൽ അത് കഴിച്ചിട്ട് പോരാ. അതല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാവില്ല പ്രതിപക്ഷം. അപ്പൊ ഇത്തരത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കാൻ നിയുക്തമായ, ഭരണഘടനയിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് സുപ്രീം കോടതി. ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കാണുള്ളത്. ആ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സമിതിക്ക് രൂപം നൽകിക്കൊണ്ട് നിർദ്ദേശം വെച്ചപ്പോൾ ലജ്ജയില്ല. ഭരണഘടനയെ ഇഴക്കേറി പരിശോധിക്കാൻ അധികാരമുള്ള സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിശ്ചയിക്കാനൊരുങ്ങിയപ്പോൾ അത് മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവന്ന നരേന്ദ്രമോദിയും കൂട്ടരും പാർലമെന്റിനെ വകവയ്ക്കുമെന്ന് കരുതേണ്ടെന്നും എം.എ. ബേബി പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ കെ. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. പി. എ. ഗോവിന്ദൻ സ്മാരക ഹാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി എം. രാജഗോപാലൻ എം.എൽ.എയും EMS സ്മാരക ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ. വി. കുഞ്ഞിരാമനും ഉദ്ഘാടനം ചെയ്തു. CH കുഞ്ഞമ്പു എം.എൽ.എ നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ പതാക ഉയർത്തി. പാർട്ടി ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി ജില്ലയിലെത്തിയ എം.എ. ബേബിക്ക് പള്ളിക്കര ലോക്കൽ കമ്മിറ്റിയുടെ ഉപഹാരം മുൻ എം.എൽ.എ കെ. കുഞ്ഞിരാമൻ കൈമാറി. എഞ്ചിനീയർ രാജൻ പൂച്ചക്കാടിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മുൻ ജില്ലാ സെക്രട്ടറി M.V. ബാലകൃഷ്ണൻ, കെ. മണികണ്ഠൻ, M.K. വിജയൻ, M. കുമാരൻ, പി. ലക്ഷ്മി, പി. മണിമോഹൻ, കുന്നൂച്ചി കുഞ്ഞിരാമൻ, K.V. ഭാസ്കരൻ, V.V. സുകുമാരൻ, M. ഗൗരി, K. സന്തോഷ് കുമാർ, T. സുധാകരൻ, P.K. അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.